2026 മെയ് മാസം 8-ാം തീയതി അന്ന് വൈകുന്നേരം ഒഡീഷയുടെയും ബംഗാളിന്റെയും ആകാശത്ത് ഒരു വിസ്മയം പ്രത്യക്ഷപ്പെടുകയാണ്. ദൂരെ ചക്രവാളത്തിൽ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു അഗ്നിഗോളം. പത്രങ്ങളിലോ വാർത്തകളിലോ മുൻകൂട്ടി അറിയിപ്പുകളൊന്നും ലഭിച്ചതുമില്ല. എന്നാൽ അതിനു മുകളിലൂടെ എന്താണ് പാഞ്ഞു പോയത്? ഭാരതം ലോകത്തിന് നൽകിയ ആ നിശബ്ദ സന്ദേശം എന്താണ്? എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു കരുത്തുറ്റ നീക്കം എന്താണെന്ന് ആഴത്തിൽ തന്നെ പരിശോധിച്ചു വരാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇത് രാജ്യത്തിന്റെ ഒരു വമ്പൻ പരീക്ഷണമായിരുന്നു. ഈ ഒരു വിക്ഷേപണത്തെ ശ്രദ്ധേയമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ പ്രഖ്യാപിക്കപ്പെട്ട നോട്ടീസ് ടു എയർമാൻ അഥവാ നോട്ടാം മേഖലയാണ്. ഏകദേശം 3500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഒരു പ്രതിരോധ പാതയാണ് ഇതിനായി മാറ്റിയിട്ടത്. സാധാരണയായി ചെറിയ ദൂരപരിധിയുള്ള സംവിധാനങ്ങൾക്കൊന്നും ഇത്രയും വലിയ പാത ആവശ്യമേ ഇല്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് ഭാരതത്തിന്റെ വരാനിരിക്കുന്ന അഗ്നി 6 എന്ന ലോകം ഉറ്റുനോക്കുന്ന പ്രതിരോധ കവചമാണോ, അതോ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയാണോ? ഈ മൗനം ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വമ്പൻ മുന്നേറ്റത്തിന്റെ ഒരു സൂചന തന്നെയാണ്. നമ്മുടെ ഭാരതത്തെ ലോകത്തിലെ 1-ാം നമ്പർ പ്രതിരോധ ശക്തിയാക്കി മാറ്റുക എന്ന മോദി സർക്കാരിന്റെ ഉറച്ച തീരുമാനമാണ് ഇന്നിവിടെ നടപ്പിലാകുന്നത്. വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന ശീലം അവസാനിപ്പിച്ച് നമ്മുടെ മണ്ണിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ തന്നെ നിർമ്മിച്ചെടുത്ത അത്ഭുതമാണിത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ വികസിപ്പിച്ചെടുത്ത ഈ പുതിയ സംവിധാനം ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതത്തെയും എത്തിച്ചേർക്കുകയാണ്. മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ നിശബ്ദ വിപ്ലവം നമ്മുടെ രാജ്യത്തിന്റെ പവർ എന്താണ് എന്ന് അയൽ രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇത് സാധാരണ ഒരു പരീക്ഷണമല്ല. ആകാശത്ത് അന്തരീക്ഷത്തിന് മുകളിലൂടെ അത് സഞ്ചരിച്ച രീതി നോക്കിയാൽ അതൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് എന്നത് വിദഗ്ധർ സംശയിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ആധുനികമായ പ്രതിരോധ കവചങ്ങളെ പോലും നിഷ്ഭ്രമമാക്കി മുന്നേറാൻ കഴിയുന്ന കിടിലൻ സാങ്കേതിക വിദ്യ. തന്ത്രപരമായ ദൂരങ്ങളിൽ ഇരുന്ന് തന്നെ വെല്ലുവിളികളെ തുരത്താൻ ഭാരതം സജ്ജമായി കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായ സന്ദേശം തന്നെയാണിത്. DRDO ഔദ്യോഗികമായി മൗനം പാലിക്കുമ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ മിന്നൽ കുതിപ്പിനെ വലിയ രീതിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 12,000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന അഗ്നി 6ന്റെ പരീക്ഷണത്തിലേക്കുള്ള ആദ്യ പടിയാണ് ഇതെന്ന് ചില കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിലൂടെ ലോകത്തിലെ ഏത് കോണിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. റഷ്യയുടെ സർമറ്റും ചൈനയുടെ DF-41 ഒക്കെ വാഴുന്ന നിരയിലേക്ക് നമ്മുടെ ഭാരതവും ഇന്ന് അഭിമാനത്തോടെ എത്തിയിരിക്കുന്നു എന്നത് വേണം പറയാൻ. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിലൂടെ കോടിക്കണക്കിന് വരുന്ന ഭാരതീയരുടെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. അതെ, നമ്മുടെ രാജ്യം മാറുകയാണ്. സ്വയം ചിന്തിക്കുന്ന, സ്വയം പ്രവർത്തിക്കുന്ന, ആത്മവിശ്വാസമുള്ള പുതിയ ഭാരതം. മെയ് 8-ലെ ആ വിക്ഷേപണം വരാനിരിക്കുന്ന വലിയൊരു സുരക്ഷാ ചരിത്രത്തിന്റെ ആമുഖം തന്നെയാണ്. ഭാരതത്തിന്റെ ഈ ഒരു കുതിപ്പ് ഓരോ രാജ്യസ്നേഹിക്കും അഭിമാനമുണ്ടാക്കുന്നതാണ്. നിങ്ങളും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.